ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. 6ാം ക്ലാസ്സിൻ്റെ ഉലൂമുദ്ദീനിലെ അദ്ദർസുത്താസിയോ 9ാമത്തെ പാഠം ഇമാം ദാരിൽ ഹിജ്റ. എന്താണ് നമുക്ക് പാഠത്തിൽ മനസ്സിലാക്കാനുള്ളത്? വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പാഠഭാഗം തുടങ്ങുന്നതിന് മുമ്പുള്ള ഈ ഭാഗം നമുക്ക് മനസ്സിലാക്കാം. മോനെ, നീ വീട്ടിലേക്ക് പോയില്ലേ? ഇല്ല. നീ വല്ലതും കഴിച്ചോ? ഇല്ല. എന്നാൽ വരൂ, നമുക്ക് ഭക്ഷണം കഴിക്കാം. തൻ്റെ അടുത്ത് പഠിക്കാൻ വന്ന കുട്ടിയോട് ഇമാം സുഹരി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതൊരു പെരുന്നാൾ ദിവസമായിരുന്നു. ഇമാം സുഹരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ഇമാം സുഹരി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ പഠിക്കാൻ വന്നതായിരുന്നു ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. അന്നൊരു പെരുന്നാൾ ദിവസം വീട്ടിലേക്ക് പോവാതെ നിൽക്കുന്ന ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ഗുരുവായ ഇമാം സുഹരി റളിയല്ലാഹു അൻഹു ചോദിച്ചതാണ്, നിനക്ക് ഭക്ഷണം വല്ലതും വേണോ എന്ന് ചോദിച്ചപ്പോൾ, എനിക്ക് ഭക്ഷണം വേണ്ട, കുറച്ച് ഹദീസുകൾ പറഞ്ഞു തന്നാൽ മതി. 40 ഹദീസുകളുള്ള എഴുത്തുപലക ഉസ്താദ് ശിഷ്യന് നൽകി. അത് മുഴുവൻ കണ്ണോടിച്ചു കുട്ടി പറഞ്ഞു, ഈ ഹദീസുകളെല്ലാം ഞാൻ പഠിച്ചതാണ്. ഉസ്താദ് വേറെ ഹദീസുകൾ നൽകി. കുട്ടി പറഞ്ഞു, ഇതും ഞാൻ പഠിച്ചിട്ടുണ്ട്. ഉസ്താദ്, നീ വലിയ പണ്ഡിതനായിരിക്കുന്നു. ചെറുപ്പത്തിൽ തന്നെ ഉസ്താദിൻ്റെ അംഗീകാരം ലഭിച്ച ഈ കുട്ടി ആരാണെന്നറിയാമോ? മഹാനായ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ആണവർ. ചെറുപ്പത്തിൽ തന്നെ ഉസ്താദിൻ്റെ അംഗീകാരം ലഭിച്ചു. ആർക്കാണ്? മഹാനായ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിന്. ഹിജ്റ 93 മദീനയിൽ ജനിച്ചു. ഹിജ്റ 93 മദീനയിൽ ജനിച്ചു. പിതാവിൻ്റെ പ്രേരണ പ്രകാരം അദ്ദേഹം പഠനം തുടങ്ങി. തഫ്സീറിലും ഹദീസിലും ഫിഖ്ഹിലും അഗാധമായ അറിവ് നേടി. അവരുടെ കർമ്മശാസ്ത്ര വഴിയാണ് മാലിക്കി മദ്ഹബ്. UAE, കുവൈത്ത്, ആഫ്രിക്ക തുടങ്ങി രാജ്യങ്ങളിലുള്ള ജനങ്ങൾ മാലിക്കി മദ്ഹബ് അനുസരിച്ച് ജീവിക്കുന്നവരാണ്. ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ഹിജ്റ 93 മദീനയിൽ ജനിച്ചതാണ്. പിതാവിൻ്റെ പ്രേരണ പ്രകാരമാണ് പഠനം തുടങ്ങിയത്. തഫ്സീറിലും ഹദീസിലും ഫിഖ്ഹിലും അഗാധമായ അറിവ് നേടിയിട്ടുണ്ട്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ കർമ്മശാസ്ത്ര വഴിയാണ് മാലിക്കി മദ്ഹബ്. UAE, കുവൈത്ത്, ആഫ്രിക്ക തുടങ്ങി രാജ്യങ്ങളിലുള്ള ജനങ്ങളെ മാലിക്കി മദ്ഹബ് അനുസരിച്ചാണ് ജീവിക്കുന്നത്. അപ്പോൾ മാലിക്കി മദ്ഹബ് അനുസരിച്ച് ജീവിക്കുന്ന ജനങ്ങളുള്ള രാജ്യം ഏതെങ്കിലും ഒന്ന് എഴുതാനൊക്കെ പറഞ്ഞിട്ടോ നമുക്ക് ഓപ്ഷനിലൊക്കെ ആയിട്ട് പേരുകൾ വരും, മനസ്സിലാക്കണം കേട്ടോ. മാലിക് റളിയല്ലാഹു അൻഹുവിന് പ്രമുഖരായ നിരവധി ശിഷ്യന്മാരുണ്ട്. ഇമാം അബു യൂസുഫ് റളിയല്ലാഹു അൻഹു, ഇമാം മുഹമ്മദ് ഷൈബാനി റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എന്നിവർ അവരിൽ ചിലരാണ്. ഇമാം ദാരിൽ ഹിജ്റ എന്നാണ് അദ്ദേഹത്തിൻ്റെ അപരനാമം. ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അപരനാമം ഇമാം ദാരിൽ ഹിജ്റ എന്നാണ്. ദീർഘകാലം മദീനയിൽ ദർസ് നടത്തിയത് കൊണ്ടാണ് അദ്ദേഹം ഇപ്രകാരം അറിയപ്പെട്ടത്. ഇമാം ദാരിൽ ഹിജ്റ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടു ആര്? ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ഇമാം ദാരിൽ ഹിജ്റ എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം എന്താണ്? ദീർഘകാലം മദീനയിൽ ദർസ് നടത്തിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് ആ പേര് വരാൻ കാരണം, മനസ്സിലാക്കണം. വിനയാന്വിതനും വിശുദ്ധ ജീവിതം നയിച്ചവരുമായിരുന്നു ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ഹദീസുകളെ അദ്ദേഹം വളരെയധികം ബഹുമാനിച്ചിരുന്നു. കുളിച്ചു വൃത്തിയായി മുന്തിയ വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശിയതിനു ശേഷം മാത്രമേ അദ്ദേഹം ഹദീസ് ഉദ്ധരിക്കാറുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം നടന്നുകൊണ്ട് ഹദീസ് ഉദ്ധരിക്കാറില്ല. ഒരിക്കൽ ഹദീസ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു തേള് അദ്ദേഹത്തെ 16 തവണ കുത്തി. വിഷം സിരകളിൽ കയറി. മുഖം വിവർണമായി. പക്ഷേ ഹദീസിനോട് അനാദരവാകുമോ എന്ന ഭയം കാരണം അദ്ദേഹം ക്ലാസ് നിർത്തിയില്ല. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഹദീസുകളെ വളരെയധികം ബഹുമാനിച്ചിരുന്നു. എങ്ങനെയായിരുന്നു ഇമാം
ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു ഹദീസ് ക്ലാസുകൾ ഉദ്ധരിച്ചിരുന്നത് എങ്ങനെയായിരുന്നു? ചോദ്യം വരാറുണ്ട്. എങ്ങനെയായിരുന്നു? കുളിച്ചു വൃത്തിയായി മുന്തിയ വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശിയതിനു ശേഷം മാത്രമേ അദ്ദേഹം ഹദീസ് ക്ലാസ് ഉദ്ധരിക്കാറുണ്ടായിരുന്നുള്ളൂ. നടന്നുകൊണ്ട് ഹദീസ് ഉദ്ധരിക്കാറില്ല. ഒരിക്കലും ഹദീസ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു തേള് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ 16 തവണ, എത്ര തവണയാണ് തേള് കുത്തിയത് എന്നൊക്കെ ചോദ്യം വരാറുണ്ട്. 16 തവണയാണ് തേള് കുത്തിയത്. വിഷം സിരകളിൽ കയറി, മുഖം വിവർണമായി. പക്ഷേ ഹദീസിനോട് അനാദരവാകുമോ എന്ന ഭയം കാരണം അദ്ദേഹം ക്ലാസ് നിർത്തിയില്ല. ഹദീസിനോട് അനാദരവാകുമോ എന്ന ഭയം കാരണമാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു 16 തവണ തേള് കുത്തിയിട്ടും ക്ലാസ് നിർത്താതിരുന്നത്. ചോദ്യം വരാറുണ്ട്. 16 തവണ തേള് കുത്തിയിട്ടും ഹദീസ് ക്ലാസ് നിർത്താത്തതിൻ്റെ കാരണം എന്തായിരുന്നു കാരണം? ഹദീസിനോട് അനാദരവാകുമോ എന്ന ഭയമായിരുന്നു ക്ലാസ് നിർത്താത്തതിൻ്റെ കാരണം. മുവത്ത എന്ന അദ്ദേഹത്തിൻ്റെ കിതാബ് ഹദീസിൽ വിരചിതമായ ആദ്യത്തെ ഗ്രന്ഥമാണ്. ഹദീസിൽ വിരചിതമായ ആദ്യത്തെ ഗ്രന്ഥം മുവത്ത. ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് ഗ്രന്ഥം മുവത്ത ഹദീസിൽ വിരചിതമായ ആദ്യത്തെ ഗ്രന്ഥമാണ്. അറിവ് പഠിക്കാൻ ഒട്ടകപ്പുറത്തേറിയ ആളുകൾ സഞ്ചരിക്കും. അന്ന് മദീനയിലുള്ള പണ്ഡിതനേക്കാൾ അറിവുള്ള ഒരാളെയും അവർ കണ്ടെത്തുകയില്ല എന്ന ഹദീസിലെ പണ്ഡിതൻ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആണെന്ന് സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഹദീസിലെ പ്രവചിത പണ്ഡിതനാണ് ആര്? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു എന്ന് സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഹദീസിൽ വന്നത്? അറിവ് പഠിക്കാൻ ഒട്ടകപ്പുറത്തേറിയ ആളുകൾ സഞ്ചരിക്കും. അന്ന് മദീനയിലുള്ള പണ്ഡിതനേക്കാൾ അറിവുള്ള ഒരാളെയും ആരും കണ്ടെത്തുകയില്ല. ആ മദീനയിലുള്ള പണ്ഡിതനാണ് ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. ഹിജ്റ 179 റബീഉൽ അവ്വലിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വഫാത്തായി. ജന്നത്തുൽ ബഖീയിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഹിജ്റ 179 റബീഉൽ അവ്വലിലാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വഫാത്തായത്. ജന്നത്തുൽ ബഖീയിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇതൊക്കെ മനസ്സിലാക്കുക. ഹിജ്റ 99 ജനിച്ചു, 179 വഫാത്തായി. 179 വഫാത്തായി. മദീനയിലാണ് ജനിച്ചത്. ജന്നത്തുൽ ബഖീയിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസാണ് മുവത്ത ഹദീസ് ഗ്രന്ഥം. സുഫിയാൻ ഇബ്നു ഉയൈന ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് മക്കയിൽ ജീവിച്ചൊരു പണ്ഡിതനാണ്. അതൊക്കെ പാഠഭാഗം മനസ്സിലാക്കുക. നഖറോ നഫം ഒക്കെ മനസ്സിലാക്കാൻ നമുക്കതിൻ്റെ തദ്രിബാത്ത് നോക്കാം. പാഠഭാഗത്തിൽ നമുക്ക് ആദ്യം വരുന്നത് ഈ പട്ടിക പൂർത്തിയാക്കാനാണ്. ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള പൂർണ്ണനാമം ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. അത് എഴുതാം. ജനനസ്ഥലം മദീനയാണ്. മദീനയിലാണ് ജനിച്ചത്. പിതാവിൻ്റെ പേര് അനസ് എന്നാണ്. അതാണ് ഇവിടെ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു എന്ന പേര് ചേർത്ത് വന്നത്. അനസ് എന്നാണ് പിതാവിൻ്റെ പേര്. ശിഷ്യന്മാരിൽ പ്രമുഖരാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. നമ്മൾ 3 പേര് പറഞ്ഞു. അപ്പോൾ ഇന്ന് ശിഷ്യന്മാരിൽ പ്രമുഖരായ ഒരാളെ പേര് എഴുതാം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. അപരനാമം ഇമാം ദാരിൽ ഹിജ്ർ എന്നാണ് അപരനാമം. അത് എഴുതാം. വഫാത്ത് 179 റബീഉൽ അവ്വലിലാണ്. ഹിജ്റ 179 റബീഉൽ അവ്വലിലാണ് വഫാത്ത്. ഖബർ സ്ഥിതി ചെയ്യുന്നത് ജന്നത്തുൽ ബഖീയിൽ. അങ്ങനെ നമുക്കിവിടെ പൂർത്തിയാക്കി കൊടുക്കാം. ഇനി നുബയ്യിൻ സിയാക്ക്, എനിക്ക് ഭക്ഷണം വേണ്ട, കുറച്ച് ഹദീസുകൾ പറഞ്ഞു തന്നാൽ മതി. ഈ സന്ദർഭം ഇവിടെ വിവരിക്കാനാണ്. എന്താണ് നമുക്ക് അവിടെ എഴുതേണ്ടത്? ഇമാം സുഹരി റളിയല്ലാഹു അൻഹു തൻ്റെ ശിഷ്യനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ഭക്ഷണം വല്ലതും വേണോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഭക്ഷണം വേണ്ട, കുറച്ച് ഹദീസുകൾ പറഞ്ഞു തന്നാൽ മതി എന്ന് പറഞ്ഞു. അതാണ് ആ സന്ദർഭം. അപ്പം അത് മനസ്സിലാക്കിയിട്ട് നമുക്കവിടെ എഴുതാം. അടുത്തത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അഗാധമായ അറിവ് നേടി. ഏതെല്ലാം വിഷയത്തിലാണ്? തഫ്സീറിലും ഹദീസിലും ഫിഖ്ഹിലുമാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അഗാധമായ അറിവ് നേടിയത്. തഫ്സീറിലും ഹദീസിലും ഫിഖ്ഹിലുമാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അഗാധമായ അറിവ് നേടിയത്.
എവിടെയെല്ലാമാണ് മാലിക്കി മദ്ഹബുകാർ കൂടുതലുള്ളത്? എവിടെയൊക്കെയാണ്? UAE, കുവൈത്ത്, ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലാണ്. UAE, കുവൈത്ത്, ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലാണ് മാലിക്കി മദ്ഹബുകാർ കൂടുതലുള്ളത്. UAE, കുവൈത്ത്, ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലാണ് മാലിക്കി മദ്ഹബ് കൂടുതൽ ഉള്ള രാജ്യങ്ങൾ. അടുത്തതാ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണ് പറഞ്ഞത്? ഇവിടെ അടയാളപ്പെടുത്താം. അറിവ് പഠിക്കാൻ ഒട്ടകപ്പുറത്തേറിയ ആളുകൾ സഞ്ചരിക്കും, അന്ന് മദീനയിലുള്ള പണ്ഡിതനേക്കാൾ അറിവുള്ള ഒരാളെയും അവർ കണ്ടെത്തുകയില്ല എന്ന ഹദീസിലെ പണ്ഡിതൻ മാലിക് റളിയല്ലാഹു അൻഹു ആണെന്ന് സുഫിയാൻ ഇബ്നു ഉയൈന പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അവിടേക്ക് എഴുതാം. അടുത്തത്, മാലിക് റളിയല്ലാഹു അൻഹുവിന് ഹദീസിനോടുള്ള ബഹുമാനത്തിന് ഒരു ഉദാഹരണം എഴുതുക. എന്തെഴുതാം നമുക്ക്? ഇവിടുന്ന് എഴുതാം. ഒരിക്കൽ ഹദീസ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു തേള് അദ്ദേഹത്തെ 16 തവണ കുത്തി. വിഷം ശിരകളിൽ കയറി, മുഖം വിവർണമായി. പക്ഷേ ഹദീസിനോട് അനാദരവാകുമോ എന്ന ഭയം കാരണം അദ്ദേഹം ക്ലാസ് നിർത്തിയില്ല. അത് അവിടേക്ക് എഴുതാം. അടുത്തത്, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഹദീസ് ഉദ്ധരിച്ചത് എങ്ങനെയായിരുന്നു? ഇവിടെ അടയാളപ്പെടുത്താം. കുളിച്ച് വൃത്തിയായ മുന്തിയ വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശിയതിനു ശേഷം മാത്രമാണ് അദ്ദേഹം ഹദീസ് ഉദ്ധരിക്കാറുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം നടന്നുകൊണ്ട് ഹദീസ് ഉദ്ധരിക്കാറില്ല. അതിന് കൂടെ മനസ്സിലാക്കിയാൽ മതി. അടുത്തത്, 16 തവണ തേള് കുത്തിയിട്ടും ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ക്ലാസ് നിർത്തിയില്ല. കാരണം എന്തായിരുന്നു കാരണം? ഹദീസിനോട് അനാദരവാകുമോ എന്ന ഭയം കാരണമാണ് അദ്ദേഹം ക്ലാസ് നിർത്താതിരുന്നത്. ഹദീസിനോട് അനാദരവാകുമോ എന്ന ഭയം കാരണമാണ്. അപ്പോൾ അത് അവിടെയൊക്കെ എഴുതാം. അടുത്തത്, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഹദീസിൽ വന്നത് എന്തായിരുന്നു വന്നത്? അറിവ് പഠിക്കാൻ ഒട്ടകപ്പുറത്തേറി ആളുകൾ സഞ്ചരിക്കും, അന്ന് മദീനയിലുള്ള പണ്ഡിതനേക്കാൾ അറിവുള്ള ഒരാളെയും അവർ കണ്ടെത്തുകയില്ല. ഇതാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ട് ഹദീസിൽ വന്നത്. അവിടേക്ക് എഴുതാം. അടുത്തത്, നൊയ്ദ് മുദക്കിർ ഒരു കണ്ണിക എഴുതണം. മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിത ചരിത്രം നമുക്ക് പാഠഭാഗത്തു നിന്ന് തന്നെ എഴുതാം. എന്തെഴുതാം? വിനയാനിധനും വിശുദ്ധ ജീവിതവും നയിച്ചവരായിരുന്നു ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. ഹദീസുകൾ അദ്ദേഹം വളരെയധികം ബഹുമാനിച്ചിരുന്നു. കുളിച്ച് വൃത്തിയായി മുന്തിയ വസ്ത്രം ധരിച്ചു സുഗന്ധം പൂശിയതിനു ശേഷം മാത്രമേ അദ്ദേഹം ഹദീസ് ഉദ്ധരിക്കാറുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം നടന്നുകൊണ്ട് ഹദീസ് ഉദ്ധരിക്കാറുണ്ടായിരുന്നില്ല. ഒരിക്കൽ ഹദീസ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു തേള് അദ്ദേഹത്തെ 16 തവണ കുത്തി. വിഷം സിരകളിൽ കയറി, മുഖം വിവർണമായി. പക്ഷേ ഹദീസിനോട് അനാദരവാക്കുമോ എന്ന ഭയം കാരണം അദ്ദേഹം ക്ലാസ് നിർത്തിയില്ല. ഇത്രയും നമുക്കവിടെ ഒരു ഖണ്ഡികയാക്കിയിട്ട് എഴുതാം. അടുത്തത് എന്താണ്? തഹസീസാണ്. എന്താണ്? മുവത്ത എന്ന ഹദീസ് ഗ്രന്ഥത്തെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ്. ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ വിരചിതമായ ആദ്യത്തെ ഗ്രന്ഥമാണ് മുവത്ത. അപ്പം അതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കണം. അപ്പം അതിന് ചരിത്രങ്ങളൊക്കെ നോക്കാം. എന്നിട്ടത് മുവത്തയെ കുറിച്ച് മനസ്സിലാക്കുക കേട്ടോ. യൂട്യൂബുകളിലൊക്കെ ഇമാം മാലിക്കിന്റെ മുവത്ത എന്ന ഗ്രന്ഥത്തെ കുറിച്ച് സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ 9ാമത്തെ പാഠമായ ഇമാം ദാരുൽ ഹിജ്റ എന്ന പാഠഭാഗത്തിൽ മനസ്സിലാക്കാനുള്ളത്. എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും തെറ്റുകളൊക്കെ കാണുകയാണെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കാം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.